ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത്. ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുക, അതുപോലെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക. ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കുന്നത് 3 ബ്രേക്ക് കേബിളും കംപ്ലയിൻ്റാണ്. ബാക്കിലെ ബ്രേക്ക് കേബിളും ഫ്രണ്ടിലേക്ക് പോകുന്ന 2 ബ്രേക്ക് കേബിളും കംപ്ലയിൻ്റാണ്. അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്സും നമുക്ക് മാറ്റണം, ബ്രേക്ക് കേബിൾ മാറ്റേണ്ട കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്സും നമുക്കത് മാറ്റിയിടണം. അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളാണ് ഫുള്ളായിട്ട് ഔട്ടർ വലിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിട്ട് വേണം റീസെറ്റ് ആക്കാൻ. അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിളും ഔട്ടർ വലിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഔട്ടർ വലിഞ്ഞിരിക്കുക 2 ബ്രേക്കിൻ്റെ കേബിൾ. അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ സ്പീഡോമീറ്റർ വർക്കിംഗ് ആയിക്കോളും. പിന്നെ അതുപോലെ മിററിൻ്റെ ഈ 2 ബ്രാക്കറ്റ് രണ്ടും ലൂസായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. 2 സൈഡും നല്ല രീതിയിൽ ലൂസാണ്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ 3 ബ്രേക്ക് കേബിളും സ്പീഡോമീറ്റർ കേബിളും ബാക്കിലെ ബ്രേക്സും ചെയ്യുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. ഇവിടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ മാറ്റാൻ വേണ്ടി കയറ്റിയതായിരുന്നു. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഓയിൽ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. ഓയിൽ ലെവൽ നമ്മൾ സ്റ്റിക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഓയിൽ ലെവൽ കണ്ടിരുന്നില്ല, സ്റ്റിക്കിൽ ലെവൽ കാണിച്ചിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓയിലൊന്ന് അയച്ചു ഒഴിച്ച് നോക്കിയതാണ്. അപ്പോൾ എഞ്ചിനുള്ള ആകെയുള്ള ഓയിലാണ് ഒരു 200 മില്ലി ഓയിൽ തയ്ച്ചില്ല കേട്ടോ. നമുക്കൊരു 800 മില്ലിയാണ് നമുക്ക് ഈ വണ്ടിക്ക് ഓയിൽ വരാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു 200 മില്ലിയുടെ അടുത്തൊക്കെ ഓയിലുള്ളൂ. ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ട് കത്തി പോകുന്നതാണോ അതോ മാറ്റാൻ വൈകിട്ടാണോ നമുക്കത് അറിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒന്ന് ഓയിലൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ടോ. ഓയിൽ അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റാണ്. അങ്ങനെ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അത് കംപ്ലയിൻ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 1000 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റാണ്. ആ കംപ്ലയിൻറ്റ് പരിഹരിച്ചാലാണ് നമുക്ക് പിന്നീട് ആ എഞ്ചിനിലേക്കുള്ള ഭാഗങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട്, അപ്പോൾ ഓയിൽ കൂടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.